ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നലെ മാർക്കറ്റിൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ ഒരു സൈഡ് വൈസ് ആയിട്ട് തീരുന്നതായിരുന്നു മാർക്കറ്റ്. അതിന് കാരണം പറഞ്ഞത് വലിയൊരു മൂവ്മെൻ്റ് ആണ്. അതിനുശേഷം എന്തുണ്ടാവാം, ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഫോം ചെയ്യാമെന്നുള്ളത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ്. പിന്നെ എന്ത് ചെയ്തു, ആ ഒരു ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് അവിടെ ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ്. വളരെ സ്ലോവിലാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് താഴേക്ക് വന്നത്. പക്ഷേ HDFC ബാങ്കിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ ബലത്തിലായിരിക്കണം മാർക്കറ്റ് ചെയ്തത്. ലാസ്റ്റത്തെ ഒരു 2 മണിക്കൂർ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു റിക്കവറി തന്നത് 22,950 23,161 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കറിയാം, ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ഫാൾ തരും, 2-3 ദിവസം കൺസോളിഡേറ്റ് ചെയ്യും, വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ബിയറിഷ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പുൾ ബാക്ക് എന്നുള്ള ലെവലിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിപ്പോഴും ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നാളേക്ക് ഇന്നത്തെ ഒരു ഡെയിലി ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഹാമറാണ്. എന്ത് ചെയ്യാം, ഒരു ക്യാൻഡിൽ കുറച്ചുകൂടെ ഈ ക്യാൻഡിൻ്റെ വലിയ ക്യാൻഡിൽ അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടാക്കിയ മൂവ്മെൻറ്റിൻ്റെ ഒരു 50% വരേക്ക് മാർക്കറ്റ് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഇപ്പം നാളെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്ത് ചെയ്യാം, 23,285 വരെയൊക്കെ മാർക്കറ്റ് വരാം. അതിനുശേഷം വീണ്ടും ഡൗൺ സൈഡ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കും, ഈ ലെവലിക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മേലേക്ക് പോവുകയാണെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സൽ വരാനായിരിക്കും. അങ്ങനെ റിവേഴ്സൽ സിഗ്നൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ എടുത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രാവിലെ ഓപ്പണിങ്ങിനനുസരിച്ച്, അതായത് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്താലോ ചെറിയ ഗ്യാപ്പ് ഡൗണിലാണെങ്കിലോ നമുക്ക് ഇങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി വലിയൊരു ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ, നാളെ ഈ ഒരു 23,370 മുകളിലൊക്കെ ആണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, 23,446 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു ഏരിയ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. വലിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി താഴത്തേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്കുള്ള ഈ ഒരു ഏരിയ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡ് ചെയ്യുന്നത് ഒഴിവാക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ലെവലിൽ എത്തിയിട്ട് തിരിച്ചു പോരാനുള്ളതാണ്. അതല്ലാത്ത കേസിലാണ് എന്താണ്, ഡൗൺ സൈഡ് ആണെങ്കിൽ താഴെ, വലിയ ഗ്യാപ്പ് ആണെങ്കിൽ മേലേക്ക്. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിഫ്റ്റിയിൽ നാളെ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി നിഫ്റ്റി ബാങ്കിൻ്റെ കേസിൽ, കാരണം നമുക്കറിയാം നിഫ്റ്റി ബാങ്കിൻ്റെ കേസിൽ കുറച്ചും കൂടെ പ്രോബബിലിറ്റി ഉണ്ട്. കാരണം HDFC എന്ന് പറയുന്നത് എന്താണ്, ബാങ്കിങ് സെക്ടറിൽ കുറച്ചും കൂടെ വെയിറ്റേജ് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ മൊമെന്റ് കിട്ടുകയാണെങ്കിൽ 49,262 മുകളിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 49,588 അല്ലെങ്കിൽ 664 എന്ന ലെവലൊക്കെ ടാർഗറ്റ് ചെയ്ത് മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാൻ പറ്റും. ഈ ഒരു ലെവലിലൊക്കെയാണ് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്ത് ഇതിന് മേലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നതോട് കൂടി നമുക്ക് ഇവിടുന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഞാനത്തെ ഫാൾ ഹൈ പോയ ഒരു ലെവല് നമുക്ക് എന്ത് ചെയ്യാം, 575 550, അത് കഴിഞ്ഞാൽ 664, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 50,000 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രേഡ് ടാർഗറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ചെറിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും നമ്മൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പം ഇത് ബ്രേക്ക് ഔട്ട് കിട്ടുന്ന സമയത്ത് മാത്രമേ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഗ്യാപ്പിലൊക്കെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്യാം, അങ്ങോട്ട് കൊണ്ട് ഫ്ലക്ച്വേറ്റ് ചെയ്ത് നമ്മുടെ നമ്മുടെ പ്രീമിയം DK വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഇവിടെ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. വലിയ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ മേലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇതിനകത്ത് എന്തായാലും ട്രേഡൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഇതാണ് നിഫ്റ്റി ബാങ്കിലെയും അതേപോലെ നമ്മുടെ നിഫ്റ്റി 50ലെയും നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി പിന്നെ നാളെപ്പം എന്താ പറയുക, നിഫ്റ്റിയുടെ എക്സ്പയറി ഉള്ള ദിവസമാണ്, വ്യാഴാഴ്ചയാണ് നാളെ എക്സ്പയറി ഉള്ള ദിവസമാണ്. അപ്പോൾ ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് നിഫ്റ്റിയിലാണോ ബാങ്ക് നിഫ്റ്റിയിലാണോ കൂടുതൽ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എന്തുണ്ടാവും, കണ്ട കാഴ്ചയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇത് 50% വരെ വരാമെന്നുള്ളതുകൊണ്ട് കുറച്ചും കൂടെ പ്രോബബിലിറ്റി മേലേക്ക് പോവുകയാണെങ്കിൽ പ്രോബബിലിറ്റി അതായിരിക്കും നിഫ്റ്റി ആയിരിക്കും. നിഫ്റ്റി ബാങ്കിൽ എന്തായാലും അത്ര വലിയൊരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ വരില്ല എന്നല്ല പറഞ്ഞ് അത്രയും വലിയ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് നാളേക്ക് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇനി ഡൗൺ സൈഡ് വലിയ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ട്രേഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള ഒരു വ്യൂവിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും.
ഈ നിലവിൽ നമ്മളൊരു സെൽ ഓൺ റൈസ് എന്നുള്ള കൺസെപ്റ്റാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു ബജറ്റ് വരെയൊക്കെ ഒരു വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ഔട്ടുകളും ബ്രേക്ക് ഡൗണുകളും ട്രേഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ റീടെസ്റ്റിന് ശേഷം മാത്രമായിരിക്കും എൻട്രി എടുക്കേണ്ടത്. ഒരിക്കലും ഒരു സിമ്പിൾ ബ്രേക്ക് ഔട്ടിലോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിലോ നമ്മൾ എൻട്രികൾ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ക്യാൻഡിലൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വലിയ ക്യാൻഡിൽ ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തില്ല, അതിനൊരു ഫോളോ ത്രൂ കിട്ടിയിട്ടില്ല. അതേപോലെ ഇവിടെ നോക്കുക, ഒരു ഈ സോൺ ബ്രേക്ക് ഔട്ട് കിട്ടി, പക്ഷെ എന്തില്ല, അതിന് ഫോളോ ത്രൂ കിട്ടിയിട്ടില്ല മാർക്കറ്റിൽ. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ മാർക്കറ്റിൽ ബജറ്റ് മുമ്പിൽ ഉണ്ടായതുകൊണ്ട് വോളറ്റൈലിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് കൺഫർമേഷൻ എന്നുള്ളതിന് എന്തുണ്ട്, നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രേക്ക് ഔട്ട് കിട്ടണം, റീടെസ്റ്റിന് ശേഷം ട്രേഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ്. അതല്ലാത്ത ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് മിക്കവാറും എന്ത് ചെയ്യും, റിവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റൊക്കെ അത് മാർക്കറ്റ് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് അത്തരത്തിലുള്ള ട്രേഡുകൾ ഇനീഷ്യേറ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.